ശബരിമല സ്വർണ്ണമോഷണ കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി UDF കൺവീനർ അടൂർ പ്രകാശിനുള്ള ബന്ധം കൂടുതൽ ചുരുളുകൾ അഴിയുകയാണ്. പുതിയതായി പുറത്തുവന്ന ചിത്രങ്ങൾ ഇതുവരെ പറഞ്ഞ എല്ലാ ന്യായീകരണങ്ങളെയും പൂർണ്ണമായി ചോദ്യം ചെയ്യുന്നതാണ്. കേരളത്തിന് പുറത്തിറക്കം വെച്ച് ഇരുവരും പലതവണ കൂടിക്കാഴ്ച നടത്തിയതിന്റെ വ്യക്തമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബംഗളൂരുവിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ഒരു കവറും പോറ്റിയുടെ സഹായിയായ രമേശ് റാവുവിൽ നിന്ന് ഒരു സമ്മാനപ്പൊതിയും അടൂർ പ്രകാശ് ഏറ്റുവാങ്ങുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ശബരിമല തട്ടിപ്പിൽ നേരിട്ട് ഉൾപ്പെട്ടവരുമായി UDF കൺവീനർക്ക് എന്താണ് ഇത്രയും അടുത്ത ബന്ധം? ഇത് യാദർശികമാണെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ മുൻ വിശദീകരണം. എന്നാൽ പുതിയ ചിത്രങ്ങൾ ആ വാദങ്ങളെ പൂർണ്ണമായി തകർക്കുകയാണ്. ഇത് ആദ്യമായല്ല. പോറ്റിയോടൊപ്പം ഒരു ചടങ്ങിൽ പങ്കെടുത്ത ചിത്രങ്ങൾ 2024 ജനുവരി 27 അടൂർ പ്രകാശ് തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. അയ്യപ്പ ഭക്തൻ എന്ന വിശേഷണത്തോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടൂർ പ്രകാശ് പരിചയപ്പെടുത്തുകയും ചെയ്തിരുന്നു. ബംഗളൂരുവിൽ പോറ്റിയും സംഘവും നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽ ദാനം നിർവഹിക്കുന്ന ചിത്രങ്ങളും പുറത്തുണ്ട്. അതേസമയം ന്യൂഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പമുള്ള ചിത്രങ്ങളും വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. അത് 2017 ഒരു സന്ദർശനം എന്നായിരുന്നു മുൻ വിശദീകരണം. അങ്ങനെയെങ്കിൽ ഈ സംഘവുമായി അടൂർ പ്രകാശിന് വർഷങ്ങളായുള്ള ബന്ധമുണ്ടെന്നതും വ്യക്തമാണ്. അതീവ സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വസതിയിൽ ഈ സംഘം എത്തിയത് എങ്ങനെയാണ്? ആർക്കെല്ലാം പങ്കുണ്ടായിരുന്നു? പോറ്റി വെറും യാദർശിക പരിചയം മാത്രമാണെങ്കിൽ ഇത്രയും ചിത്രങ്ങളും ഇത്രയും കൂടിക്കാഴ്ചകളും എങ്ങനെ സംഭവിച്ചു? പോറ്റി സ്വന്തം ആളാണോ എന്ന ചോദ്യത്തിന് UDF കൺവീനർ ഇനിയും മറുപടി പറയേണ്ടി വരും.